ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിലെ 4ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. 4ാമത്തെ സെഷനിൽ നമ്മൾ പഠിക്കുന്ന ഊജനസിസ് ആണ്. അതായത് ഗ്യാമീറ്റോജനസിസിൽ ഫീമെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെച്യൂർ ഫീമെയിൽ ഗ്യാമീറ്റ്, അതായത് മെച്യൂർ ഫീമെയിൽ ഗ്യാമീറ്റിന്റെ ഫോർമേഷൻ നമ്മൾ പറയുന്നതാണ് ഊജനസിസ്. ഓക്കെ, അത് സ്പെർമാറ്റോജനസിസിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ്. ഊജനസിസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന എംബ്രിയോണിക് ഡെവലപ്മെന്റ് സ്റ്റേജിൽ തന്നെയാണ്. അതായത് ഒരു നമ്മൾ പറയും സ്പെർമാറ്റോഗോണിയൽ സെൽസ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അതിന്റെ നമ്പർ കൂട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഊഗോണിയൽ സെൽസ്, അതായത് ഗ്യാമീറ്റ് മദർ സെൽസ് അല്ലെങ്കിൽ ഈ ഓവം ആവാൻ പോകുന്ന സ്പെർമാറ്റോഗോണിയ പോലത്തെ സ്പെർം ആവാൻ പോകുന്ന സെൽ ഉണ്ടല്ലോ, അതേപോലെ ഓവം ആകാൻ പോകുന്ന ഊഗോണിയൽ സെൽസ്, അതാണ് ഓവം മദർ സെൽ അല്ലെങ്കിൽ ഗ്യാമീറ്റ് മദർ സെൽ എന്ന് പറയുന്നത്. ഓരോ ഓവറിയിലും ഫീറ്റൽ സ്റ്റേജിൽ തന്നെ ഒരു പെൺകുട്ടിക്ക് ഫീറ്റൽ സ്റ്റേജിൽ തന്നെ അതിന്റെ കംപ്ലീറ്റ് ഊഗോണിയം ഫോം ചെയ്തിട്ടുണ്ടാവും. അത് ബർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ ഊഗോണിയം പുതിയതായിട്ട് ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പൊ ഇവിടെ എ കപ്പിൾ ഓഫ് മില്യൺ ഗ്യാമീറ്റ് മദർ സെൽ അല്ലെങ്കിൽ ഊഗോണിയ ഇറ്റ് വിൽ ബി ഫോംഡ് ഇൻസൈഡ് ഈച്ച് ഓവറി ഡ്യൂറിംഗ് ദ ബർത്ത് ഇറ്റ് സെൽഫ്. ബർത്ത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒറ്റെണ്ണം പോലും ഫോം ചെയ്യുന്നില്ല പുതിയതായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഊഗോണിയ ഫോർമേഷൻ മാക്സിമം നടക്കുന്നത് എംബ്രിയോ ഡെവലപ്മെന്റിന്റെ സമയത്ത് തന്നെയാണ്. അവിടെ വീണ്ടും എന്തുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്, ഊഗോണിയാസ് പുതിയത് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഊഗോണിയ ഒരു ഫീമെയിലിന് വേണോ ആ ഊഗോണിയയുടെ നമ്പർ ഓൾറെഡി ഉണ്ടാവും എന്തിൻ്റെ അകത്ത്, ഓരോ ഓവറിയിലും. ഒരു കപ്പിൾ ഓഫ് മില്യൺ ഓഫ് ഊഗോണിയാസ് വിൽ ബി പ്രസന്റ് ഇൻ ഈച്ച് ഓവറി. അത് ബർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരൊറ്റ ഊഗോണിയം പുതിയതായിട്ട് ഉണ്ടാകുന്നില്ല. ഇത് ഈ പ്രോഫേസ് 1 സ്റ്റേജിൽ ഈ സെൽസ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് പ്രോഫേസ് 1ലാണ് ഇത് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഊഗോണിയ. ആ ഊഗോണിയ പ്രോഫേസ് 1ൽ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഊഗോണിയയ്ക്ക് പ്രൈമറി ഊസൈറ്റ് എന്നാണ് പറയുന്നത്. പ്രൈമറി ഊസൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഊഗോണിയൽ സെൽസ് എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ടാവുകയും ഈ ഊഗോണിയൽ സെൽസ് ഡിപ്ലോയിഡ് ആണ് ട്ടാ. ഡിപ്ലോയിഡ് ഊഗോണിയൽ സെൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഒരുപാട് നമ്പർ കൂട്ടുകയും അതേപോലെ തന്നെ ഇത് ബർത്തിന് മുമ്പ് തന്നെ മിയോട്ടിക് ഡിവിഷനിലേക്ക് എൻ്റർ ചെയ്യും. സ്പെർമാറ്റോഗോണിയ ആണെങ്കിലോ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് ഈ FSHും LHും ഒക്കെ വന്നതിന് ശേഷം സ്പെർമാറ്റോജനസിസ് അല്ലെങ്കിൽ ഫസ്റ്റ് മിയോസിസ്, സെക്കൻഡ് മിയോസിസ്, ഡിഫറൻസിയേഷൻ ഒക്കെ നടക്കുന്നത്. ഇവിടെ ഫസ്റ്റ് മിയോസിസ് ആ ബർത്തിന്റെ സമയത്ത് തന്നെ ഫസ്റ്റ് മിയോസിസിലേക്ക് എൻ്റർ ചെയ്യും. അത് പ്രോഫേസ് സ്റ്റേജിൽ പ്രോഫേസ് 1 ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ വന്ന് അറസ്റ്റ് ആവുകയും ചെയ്യും. പ്രോഫേസ് 1ലെ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ അറസ്റ്റ് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ ചുറ്റും വേറെ കുറച്ച് കൂട്ടം സെൽസ് കാണാൻ പറ്റും. ഇതിനെ നമുക്ക് ഫോളിക്കുലാർ സെൽസ് എന്നാ പറയാ കേട്ടോ. ഈ ഫോളിക്കുലാർ സെൽസ് ഇതിന്റെ ചുറ്റും അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഈ ഫോളിക്കുലാർ സെൽസ് ഇതിന്റെ ചുറ്റും, അതായത് ഈ ഊഗോണിയയുടെ ചുറ്റും അറേഞ്ച് ചെയ്ത് കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പ്രൈമറി ഫോളിക്കിൾ എന്നാണ്. പ്രൈമറി ഫോളിക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പ്രൈമറി ഫോളിക്കിൾ ആയിട്ടായിരിക്കും എന്ത് കാണുന്ന ഊഗോണിയൽ സെൽസ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഊഗോണിയാസ് എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് തന്നെ ഓവറിയുടെ വോളില് അതിന്റെ ആ നമ്മൾ പറഞ്ഞില്ലേ സ്ട്രോമ കോർട്ടെക്സും മെഡുലയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സ്ട്രോമ കോർട്ടെക്സും മെഡുലയായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന കോർട്ടെക്സ് റീജിയനിൽ അതിനാവശ്യത്തിനുള്ള ഊഗോണിയാസ് ഉണ്ടായിട്ടുണ്ടാവും. ഈ ഊഗോണിയ ഓരോ സെല്ലും അത് പ്രോഫേസ് 1ല് മിയോട്ടിക് ഡിവിഷന്റെ പ്രോഫേസ് 1ൽ എത്തുകയും അവിടെ വെച്ച് അത് ടെമ്പററിലി അതിന്റെ ഡിവിഷൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ സ്റ്റോപ്പ് ആയി പോകും അതിന്റെ ഡിവിഷൻ. ആ ഒരു സ്റ്റേജിൽ ഈ പറയുന്ന ഊഗോണിയയ്ക്ക് നമ്മൾ പറയുന്ന പ്രൈമറി ഊസൈറ്റ് എന്നാ. ഈ പറയുന്ന ഊഗോണിയയ്ക്ക് നമ്മൾ പറയുന്ന എന്താണ്, പ്രൈമറി ഊസൈറ്റ്. ഈ പ്രൈമറി ഊസൈറ്റിനെ കവർ ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ഫോളിക്കുലാർ ലെയർ കാണാൻ പറ്റും. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഗ്രാനുലോസ സെൽസ്. ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ സെൽസ് എന്നും പറയും കേട്ടോ. ഇതിന് നമ്മൾ ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ സെൽസ് എന്നാ പറയാ. ഗ്രാനുലോസ സെൽസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഗ്രാനുലോസ സെൽസ് കൊണ്ട് കവർ ചെയ്ത പ്രൈമറി ഊസൈറ്റിനെ മൊത്തം പറയുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ എന്ന്. അപ്പൊ പ്രൈമറി ഫോളിക്കിൾ ഫോമിലാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിന്റെ
ഓവറിയിൽ ഈ ഊഗോണിയാസ് ഇരിക്കുന്ന പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഊസൈറ്റ് മിയോട്ടിക് ഡിവിഷന്റെ പ്രോഫേസ് 1 ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയും അതിനെ ഫോളിക്കുലാർ സെൽസ് അല്ലെങ്കിൽ ഗ്രാനുലോസ സെൽസ് സറൗണ്ട് ചെയ്തിരിക്കുകയും ചെയ്യുന്നതായി ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ്, അതായത് കപ്പിൾ ഓഫ് മില്യൺ ഓഫ് പ്രൈമറി ഫോളിക്കിൾ വിൽ ബി പ്രസന്റ് ഡ്യൂറിംഗ് ദ ബർത്ത് ഓഫ് എ ഫീമെയിൽ ബേബി. കപ്പിൾ ഓഫ് മില്യൺസ് ഓഫ് ഊഗോണിയാസ് അല്ലെങ്കിൽ കപ്പിൾ ഓഫ് മില്യൺസ് ഓഫ് പ്രൈമറി ഫോളിക്കിൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് 2 ഓവറിയിലും കാണാനായിട്ട് കഴിയും. അതിനകത്ത് ലാർജ് നമ്പർ ഓഫ് പ്രൈമറി ഫോളിക്കിൾ ഡീജനറേറ്റ് ചെയ്യും ഡ്യൂറിംഗ് ദ ഫേസ് ഫ്രം ബർത്ത് ടു ദ പ്യൂബർട്ടി. ഒരു കുഞ്ഞ് ഫീമെയിൽ ബേബി ബർത്ത് മുതൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നത് വരെ ഈ പ്രൈമറി ഫോളിക്കിൾ കുറേ നശിച്ചു പോകും. പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓരോ ഓവറിയിലും 60,000 മുതൽ 80,000 വരെ പ്രൈമറി ഫോളിക്കിൾസേ കാണുള്ളൂ. അതുപോലെ അത്രയും മതി. കാരണം എന്താ, ഓരോ മാസത്തിലും ഓരോ ഓവറിൽ നിന്ന് ഓരോ ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഫീമെയിലിന്റെ ത്രൂ ഔട്ട് അവരുടെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ 450 എഗ്ഗൊക്കെ മതി, ഒരു 450 എഗ്ഗ് മതി. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് 60,000 മുതൽ 80,000 വരെ പ്രൈമറി ഫോളിക്കിൾ ഓരോ ഓവറിയിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ 1,60,000 വരെ പ്രൈമറി ഫോളിക്കിൾ 2 ഓവറിയിലും കൂടി ഉണ്ടാവും കേട്ടോ. ഇനി ഈ പ്രൈമറി ഫോളിക്കിള് വീണ്ടും ഗ്രാനുലോസ സെൽസ് കൊണ്ട് സറൗണ്ട് ചെയ്യപ്പെട്ട് ഒരു തീക്ക ഫോം ചെയ്യും അവർക്ക്. അതായത് അതിന്റെ ഉള്ളിൽ ഒരു ചേംബറും കൂടെ ഫോം ചെയ്യും. അതിനെ നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾ എന്നാണ് പറയുന്നത്. ഇതെപ്പോഴാണ് നടക്കുന്നതെന്നറിയോ? പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് അവിടുന്ന് FSHഉം LHഉം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, FSH ആൻഡ് LH പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ FSH വീണ്ടും ഫോളിക്കുലാർ സെൽസിന്റെ സ്റ്റിമുലേഷന് കാരണമാവും. ഫോളിക്കുലാർ സെൽസ് എന്ന് പറഞ്ഞാൽ ഗ്രാനുലോസ സെൽസ് ഇതിന്റെ മേലെ വീണ്ടും അക്യുമുലേറ്റ് ചെയ്യും. പ്രൈമറി ഫോളിക്കിളിന്റെ ചുറ്റും വീണ്ടും ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ സെൽസ് സറൗണ്ട് ചെയ്ത് കാണും. അതിന് നമ്മൾ പറയുന്ന പേര് സെക്കൻഡറി ഫോളിക്കിൾ എന്നാണ്. അതിന് പറയുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ. അതിന് പറയുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ. ഈ സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടാവുമ്പോൾ അതിനകത്ത് ഒരു തീക്ക കൂടി ഫോം ചെയ്യും. അതായത് അതിന്റെ ഉള്ളിൽ ഒരു ചേംബർ കൂടി ഫോം ചെയ്യും. ഞാൻ കാണിച്ചു തരാം. See here, this is the primary follicle and here we can see it is undergoing development during the reproductive stage അല്ലെങ്കിൽ during the puberty. നമുക്കറിയാം പ്രൈമറി ഫോളിക്കിൾ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ. ഇതിന്റെ മേലേക്ക് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ FSHഉം LHഉം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ FSH വീണ്ടും ഫോളിക്കുലാർ സെൽസിനെ ഇതിന്റെ മേലെ ഇങ്ങനെ കവർ ചെയ്യിപ്പിക്കും. ഈ ഫോളിക്കുലാർ സെൽസ് ഇങ്ങനെ ഇതിന്റെ മേലെ കവർ ചെയ്യുന്നതോടൊപ്പം ഇതിനകത്ത് ഒരു തീക്ക ഫോം ചെയ്യും. കണ്ട, ഒരു ചേംബർ ഒക്കെ ഫോം ചെയ്യും. കണ്ടോ, സി ഹിയർ ദിസ് ഇസ് ദ പ്രൈമറി ഫോളിക്കിൾ. ഇതാണ് സെക്കൻഡറി ഫോളിക്കിൾ ആയിട്ട് മാറുന്നത് കേട്ടോ. ഈ സെക്കൻഡറി ഫോളിക്കിളിൽ കണ്ടോ, അതെ തീക്ക ഫോം ചെയ്തേക്കുന്നത്, 2 ചേംബർ ഫോം ചെയ്തേക്കുന്നത്. ഈ പ്രൈമറി ഫോളിക്കിളിന്റെ ചുറ്റും വീണ്ടും കുറെ ഗ്രാനുലോസ സെൽസ് അറേഞ്ച് ചെയ്യും. എന്തിന്റെ പ്രസൻസിലാണ്? FSHന്റെ പ്രസൻസിലാണ്. അതായത് ഫോളിക്കുലാർ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് ഫോളിക്കുലാർ സെൽസിനെ ഇതിന്റെ ഈ പ്രൈമറി ഫോളിക്കിളിന്റെ ചുറ്റും വീണ്ടും അറ്റൈൻ ചെയ്യിപ്പിച്ച് അതൊരു സെക്കൻഡറി യൂസൈറ്റ് ആയിട്ട് മാറും. സെക്കൻഡറി ഫോളിക്കിൾ ആയിട്ട് മാറും. സെക്കൻഡറി യൂസൈറ്റ് അല്ല, സെക്കൻഡറി ഫോളിക്കിൾ ആയിട്ട് മാറും. സെക്കൻഡറി ഫോളിക്കിളിന്റെ ഉള്ളിൽ 2 തീക്കാസും ഫോം ചെയ്യും. ഈ സെക്കൻഡറി ഫോളിക്കിൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ടെറിഷറി ഫോളിക്കിൾ ആയിട്ട് മാറും കേട്ടോ. ഈ സെക്കൻഡറി ഫോളിക്കിൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ടെറിഷറി ഫോളിക്കിൾ ആയിട്ട് മാറും. ടെറിഷറി ഫോളിക്കിളിന്റെ നേച്ചർ എന്താന്ന് ചോദിച്ചാൽ ഈ ക്യാവിറ്റിയുടെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആൻഡ്രം എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അതാണ് ടെറിഷറി ഫോളിക്കിളിന്റെ അടയാളം എന്ന് പറയുന്നത്. അതായത് ടെറിഷറി ഫോളിക്കിളിന്റെ സിമ്പലാണ് ഈ പറയുന്ന ആൻഡ്രം ഫ്ലൂയിഡ്. അതുപോലെ തന്നെ ആ തീക്കാസ് ഇന്നർ തീക്ക ഇന്റേണാന്നും അതുപോലെ തന്നെ ഔട്ടർ തീക്ക എക്സ്റ്റേണാന്നൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതായത് സെക്കൻഡറി ഫോളിക്കിള് വേഗം തന്നെ ടെറിഷറി ഫോളിക്കിളായിട്ട് മാറും. അത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ആയിട്ടുള്ള ആൻഡ്രം ആണ്. ആ തീക്ക ഉണ്ടാകുന്ന അത് 2 ലെയർ ആയിട്ട് ഓർഗനൈസ് ചെയ്യും. ഇന്നർ തീക്ക ഇന്റേണാന്നും ഔട്ടർ തീക്ക എക്സ്റ്റേണാന്നും അറേഞ്ച് ചെയ്യും കേട്ടോ. ഇനി ഇവിടെ ഈ ടെറിഷറി ഫോളിക്കിൾ ആയിട്ട് മാറുമ്പോഴത്തേക്കും ഇതിന്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആരാ ഇരിക്കുന്നത്? പ്രൈമറി യൂസൈറ്റ് ഇരിക്കുന്നുണ്ട് അല്ലെ. ഈ പ്രൈമറി യൂസൈറ്റ് അത് അതിന്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ
പ്രൊസീഡ് ചെയ്യുന്ന സമയമാണ് ഈ ഇതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജ് കേട്ടോ. അതായത് പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആവും, സെക്കൻഡറി ഫോളിക്കിൾ ടെറിഷറി ഫോളിക്കിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അതേസമയം പ്രൈമറി ഊസായിട്ട് ഇതിന്റെ ഉള്ളിലിരിക്കുന്ന അത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലെ പ്രോഫേസ് 1 ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ അറസ്റ്റ് ചെയ്തേക്കുന്ന ആ ഡിവിഷൻ പ്രൊസീഡ് ചെയ്യുന്ന സമയമാണ് ഇതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസ്. ആ ഒരു സമയത്ത് ഇതിന്റെ ഡിവിഷനും പ്രൊസീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രൈമറി ഊസൈറ്റ് ടെറിഷറി ഫോളിക്കിളിൽ എത്തുമ്പോഴത്തേക്കും അത് സൈസ് വലുതായി അതിന്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ടെറിഷറി ഫോളിക്കിൾ എത്തുമ്പോഴത്തേക്കും അതിന്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊരു അൺഈക്വൽ ഡിവിഷൻ ആയിരിക്കും. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഒരു അൺഈക്വൽ ഡിവിഷൻ ആയിരിക്കും. ആ അൺഈക്വൽ ഡിവിഷനിൽ അതായത് രണ്ട് അൺഈക്വൽ ആയിട്ടുള്ള സെൽസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതിനകത്ത് ഒരു ലാർജ് ഹാപ്ലോയിഡ് സെക്കൻഡറി ഊസൈറ്റും ഒരു ടൈനി പോളാർ ബോഡി ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. ലാർജ് സെക്കൻഡറി ഊസൈറ്റും ഒരു ടൈനി പോളാർ ബോഡി ആയിരിക്കും ഡെവലപ്പ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ലാർജ് സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് എ ടൈനി പോളാർ ബോഡി വിൽ ബി ഫോംഡ് ഇൻ ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഈ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓവം അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇവിടം വരെ, അതായത് ആ സെക്കൻഡറി ഊസൈറ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പഠിക്കാം കേട്ടോ. See here. The process of formation of a mature female gamete is called as oogenesis, which is markedly different from spermatogenesis. Oogenesis is initiated during the embryonic development stage when a couple of million gamete mother cells, അല്ലെങ്കിൽ oogonia, are formed within each fetal ovary. No more oogonias are formed and added after birth. These cells start division and enter into prophase 1 of the meiotic division and get temporarily arrested at that stage called primary oocyte. Each primary oocyte then gets surrounded by a layer of granulosa cells and is called as primary follicle. See here, this is the primary follicle. A large number of these follicles degenerate during the phase from birth to puberty. Therefore, at puberty, only 60,000 to 80,000 primary follicles are left in each ovary. The primary follicles get surrounded by more layers of granulosa cells and a new theca cells and a new theca and are called as secondary follicle. അതായത് പ്രൈമറി ഫോളിക്കിള് കുറെ ലെയർ ഗ്രാനുലോസ സെൽസ് സറൗണ്ട് ചെയ്ത് ഒരു ന്യൂ തീക്കയും ഫോം ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ പറഞ്ഞു കപ്പിൾ ഓഫ് മില്യൺസ് ഓഫ് oogoниas are present in each ovary എന്ന് പറഞ്ഞു. അത് പിന്നെ പ്രൈമറി ഫോളിക്കിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് പറഞ്ഞു. പ്രൈമറി ഫോളിക്കിള് പ്യൂബർട്ടി എത്തുമ്പോഴത്തേക്കും കുറേ എണ്ണം ഡീജനറേറ്റ് ചെയ്തു പോകുന്നു പറഞ്ഞു. ആ ഡീജനറേഷൻ സംഭവിക്കുന്ന പ്രോസസ്സിന് അട്രീഷൻ എന്നാണ് പറയാ. അതായത് കുറേ പ്രൈമറി ഫോളിക്കിൾസ് അട്രീറ്റസ് ഫോളിക്കിളായിട്ട് അല്ലെങ്കിൽ അട്രീഷൻ സംഭവിക്കും. അട്രീഷൻ എന്ന് പറഞ്ഞാൽ ഡീജനറേഷൻ സംഭവിക്കും കേട്ടോ. ആ ഡീജനറേഷൻ സംഭവിച്ചതിന് ശേഷം ആണ് 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് പിന്നെ അവിടെ റിമെയിൻ ചെയ്യുന്നത്. പിന്നെ പ്യൂബർട്ടി എത്തിക്കഴിയുമ്പോൾ FSHന്റെ പ്രൊഡക്ഷൻ കൊണ്ട് വീണ്ടും ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ സെൽസ് അതിന്റെ ചുറ്റും സറൗണ്ട് ചെയ്ത് ഒരു മോർ ലെയർ ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ സെൽസ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊരു തീക്കയും കൂടെ ഫോം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾ എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. Secondary follicle soon transform into a tertiary follicle which is characterized by a fluid filled cavity called antrum. സെക്കൻഡറി ഫോളിക്കിൾ പെട്ടെന്ന് തന്നെ ടെറിഷറി ഫോളിക്കിൾ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ആൻഡ്രം ആണ്. ആൻഡ്രം ഫിൽഡ് ക്യാവിറ്റി ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ ആ തീക്ക രണ്ട് ലെയർ ആയിട്ട് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യും. ദ തീക്ക ലെയർ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു ആൻ ഇന്നർ തീക്ക ഇന്റേണ ആൻഡ് ആൻ ഔട്ടർ തീക്ക എക്സ്റ്റേണ. It is important to draw your attention that it is at this stage that the primary oocyte within tertiary follicle grows in size and complete its first meiotic division. അതായത് ആ ഒരു സെയിം ടൈമിലാണ് അതിന്റെ ഉള്ളിലിരിക്കുന്ന പ്രൈമറി oocyte ഗ്രോ ചെയ്ത് ആ ടെറിഷറി ഫോളിക്കിളിൽ അതിന്റെ പ്രൈമറി oocyte ഗ്രോ ചെയ്ത് അതിന്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ വന്നിട്ട് ഒരു അൺഈക്വൽ മിയോട്ടിക് ഡിവിഷൻ ആണ്. സി ഹിയർ, ഒരു പ്രൈമറി oocyte ഇത് അതിന്റെ മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ സെല്ലും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ചെറിയ സെല്ലും ഇവിടെ ഫോം ചെയ്യുന്നതാണ്. കണ്ടോ? അപ്പൊ ഇതിനകത്ത് ഈ ചെറിയ സെല്ലിനെ നമ്മൾ എന്താ പറയാ? പോളാർ ബോഡി എന്ന് പറയും. ഈ വലിയ സെല്ലാണ് സെക്കൻഡറി oocyte എന്ന് അറിയപ്പെടുന്നത്.
അറിയപ്പെടുന്നത്. വലിയ സെല്ലാണ് സെക്കൻഡറി ഊസൈറ്റ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഈ സെക്കൻഡറി ഊസൈറ്റ് ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻസൈഡ് ദാറ്റ് ടെറിഷറി ഫോളിക്കിൾ ആൻഡ് എ ടൈനി പോളാർ ബോഡി. അതും എന്തിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്? ടെറിഷറി ഫോളിക്കിളിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. The secondary oocyte retain bulk of the nutrient. ആ സെക്കൻഡറി ഊസൈറ്റിന്റെ ഉള്ളിൽ കുറേ ന്യൂട്രിയൻസ് ഇരിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. സെക്കൻഡറി ഊസൈറ്റിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസും ഉണ്ടാവും, സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് ഒക്കെ ഒരുപാടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ, ഈ ഊസൈറ്റ് അല്ലെങ്കിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓവത്തിനകത്ത് എല്ലാ സെൽ ഓർഗനൽസും നന്നായിട്ട് ഉണ്ടാവണം. കാരണം എന്താന്ന് വെച്ചാൽ സ്പേമിന് ന്യൂക്ലിയസ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. സ്പേം ന്യൂക്ലിയസ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്പേമില് വേറൊരു സെൽ ഓർഗനലും ഇല്ലാത്തത് കൊണ്ട് സൈഗോട്ട് ഉണ്ടാവുമ്പോൾ സൈഗോട്ടിന് എല്ലാ സെൽ ഓർഗനൽസും കൊടുക്കുന്ന ഓവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് അൺഈക്വൽ ഡിവിഷൻ നടന്ന് അതിന്റെ ഒരു ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് DNA മാത്രം സെപ്പറേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ആ പോളാർ ബോഡി ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറുമ്പോൾ അത് ആ ഡിവിഷൻ നടന്ന് രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ടാകുന്നു. ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും. വലിയ സെല്ലിനകത്ത് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോമും ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല സൈറ്റോപ്ലാസം, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സൈറ്റോപ്ലാസവും സൈറ്റോപ്ലാസ്മിക് ഓർഗനലും ഒക്കെ കാണും കേട്ടോ. അപ്പോൾ ആ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽ എന്തിനു വേണ്ടിയിട്ട് ഉള്ളതാണ്? നെക്സ്റ്റ് ജനറേഷനിലേക്കുള്ള എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ബോഡിയിലുള്ള എല്ലാ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസും അതിന്റെ ഓവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ആരുടെ? അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഓവത്തിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് പോളാർ ബോഡി അത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിൽ ഉണ്ടാകുന്ന പോളാർ ബോഡി പിന്നീട് ഡിവൈഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാം, ചിലപ്പോൾ ഡിവൈഡ് ചെയ്യുന്നില്ല. അതിനെ കുറിച്ചിട്ട് ഒരു ക്ലിയർ ഐഡിയ ഇല്ല കേട്ടോ. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഡയഗ്രാം ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ടെറിഷറി ഫോളിക്കിള് പിന്നെ ഒന്ന് മെച്ചുവർ ആവുമ്പോൾ അത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും കേട്ടോ. ടെറിഷറി ഫോളിക്കിൾ മെച്ചുവർ ആസ് എ ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുമ്പോൾ സെക്കൻഡറി ഊസൈറ്റിന് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നറിയോ? സെക്കൻഡറി ഊസൈറ്റിൽ ഒരു ന്യൂ മെംബ്രെയിൻ ഫോം ചെയ്യും. അതിന് നമ്മൾ സോണ പെല്ലുസിഡ എന്നാണ് പറയുന്നത് കണ്ടോ. അതാ ഇവിടെ ഒരു സോണ പെല്ലുസിഡ ലെയർ ഫോം ചെയ്യും കണ്ടോ. സോണ പെല്ലുസിഡ എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ ലെയർ ആണ് കേട്ടോ. ഈ ലെയർ, ഈ പച്ച കളർ ലെയർ ഉണ്ടല്ലോ, അത് അതിന്റെ സൈറ്റോപ്ലാസ്മിക് സെൽ മെംബ്രെയിൻ ആണ്. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇത് അതിന്റെ പോളാർ ബോഡിയാണ്. അതിന്റെ ചുറ്റും എന്ത് ഫോം ചെയ്യും? ഒരു സോണ പെല്ലുസിഡ ലെയർ ഫോം ചെയ്യും. ഈ സോണ പെല്ലുസിഡ ലെയർ എസെല്ലുലാർ ലെയർ ആണ്. അതിനകത്ത് അത് സെല്ല് കൊണ്ട് ഫോം ചെയ്യുന്നതല്ല, എസെല്ലുലാർ ലെയർ ആണ് സോണ പെല്ലുസിഡ ലെയർ. എസെല്ലുലാർ ലെയർ ആണ്, സെല്ല് കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. ഇനി സെക്കൻഡറി ഊസൈറ്റ് ഒരു ന്യൂ മെംബ്രെയിൻ ഫോം ചെയ്യുന്നതാണ് സോണ പെല്ലുസിഡ എന്ന് പറയുന്നത്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഇപ്പോൾ റപ്ചർ ആയി പോകും. ഇനി ഇവിടെ ഈ സെക്കൻഡറി ഊസൈറ്റ് ഒരു സോണ പെല്ലുസിഡ ലെയർ ഫോം ചെയ്തു. സോണ പെല്ലുസിഡയുടെ ഉള്ളിൽ ഇപ്പോൾ ആരൊക്കെ ഇരിക്കുന്ന? പോളാർ ബോഡി, ഫസ്റ്റ് പോളാർ ബോഡി ഇരിക്കുന്നുണ്ട്, സെക്കൻഡറി ഊസൈറ്റും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇത്രയും ഉണ്ടായതിനു ശേഷം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിപ്പോവും. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആയിട്ട് സെക്കൻഡറി ഊസൈറ്റ് മാത്രം റിലീസ് ചെയ്യും കണ്ടോ. സെക്കൻഡറി ഊസൈറ്റ് മാത്രം റിലീസ് ചെയ്യുന്ന ഇത് ഓവറിയുടെ പുറത്തേക്ക് വന്നില്ലേ? ഈ ഓവറിയുടെ പുറത്തേക്ക് വരുന്ന ഈ സാധനത്തിനെയാണ് ആര് ക്യാപ്ചർ ചെയ്യുന്നത്? ഇൻഫണ്ടിബുലം റീജിയനിൽ ഇരിക്കുന്ന ഫിംബ്രിയെ അതിന്റെ റൊട്ടേഷണൽ മൂവ്മെന്റ് കൊണ്ട് സക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഓവുലേഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന എന്താണ്? സെക്കൻഡറി ഊസൈറ്റ് ആണ് ഓവുലേഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ ഓവുലേഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന സെക്കൻഡറി ഊസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിൽ എൻറ്റർ ചെയ്യുകയും മെറ്റാഫേസ് 2 സ്റ്റേജിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. സെക്കൻഡറി ഊസൈറ്റ് വന്നിട്ട് സെക്കൻഡറി ഊസൈറ്റ് സെക്കൻഡ് മിയോസിന്റെ മെറ്റാഫേസ് 2 സ്റ്റേറ്റിൽ അറസ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. സെക്കൻഡറി ഊസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷന്റെ മെറ്റാഫേസ് 2 അറസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റേജിലാണ് ഈ ഓവത്തിനെ റിലീസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഓവുലേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ഓവം എന്ന് പറയുന്ന സെക്കൻഡറി ഊസൈറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഓവം അല്ല. പിന്നെ അത് കംപ്ലീറ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സ്പേം സോണ പെല്ലുസിഡേനെ ഹിറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഈ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കയറുന്ന അതേ സമയത്താണ് ഇവരെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അതൊരു ഓവവും സെക്കൻഡ് പോളാർ ബോഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് ഞാൻ ആ ഫെർട്ടിലൈസേഷൻ പറയുന്ന
സമയത്ത് പറഞ്ഞുതരാം. ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ഒരു ലെയർ കാണുന്നുണ്ടോ? ഈ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ലെയർ എന്താണെന്നറിയോ? ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിപ്പോവില്ലേ? ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിപ്പോകുമ്പോൾ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്ന ഫോളിക്കുലാർ സെൽസാ. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിപ്പോകുന്ന സമയത്ത് കുറച്ചൊക്കെ ഇതിന്റെ മേലെ പറ്റിപ്പിടിച്ചിരിക്കും. ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന സെൽസ് ആണ് കൊറോണ റേഡിയേറ്റ ആയിട്ട് മാറുന്നത് കേട്ടോ. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്ന സമയത്ത് അതിന്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് സെൽസ് ഉണ്ടാവും, അതാണ് കൊറോണ റേഡിയേറ്റ എന്ന് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സ്പെർമാറ്റോജനസിസും ഊജനസിസും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുണ്ടോ, ഊഗോണിയ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഡിഫറൻഷിയേഷൻ നടന്ന് പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറുന്നത് ഫീറ്റൽ ലൈഫിൽ. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഓവുലേഷൻ നടക്കുന്നതിന് അത് ഓവുലേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അത് പ്യൂബർട്ടി എത്തിക്കഴിയുമ്പോഴാണ്. ബർത്ത് ടു പ്യൂബർട്ടി കുറേ ഊഗോണിയാസ് ചത്തുപോകും. അത് കഴിഞ്ഞ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്ന പ്രൈമറി ഫോളിക്കിൾ അല്ലെങ്കിൽ പ്രൈമറി ഊസൈറ്റ് അത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിനു ശേഷമാണ്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് പുറത്തേക്ക് വരുന്നത് സെക്കൻഡറി ഊസൈറ്റും ഒരു പോളാർ ബോഡിയാണ്. ഈ സെക്കൻഡറി ഊസൈറ്റ്, അപ്പൊ ഈ ഒരു സെല്ലിൽ നിന്ന് രണ്ട് സെല്ലാണ് ഉണ്ടാകുന്നതെങ്കിലും അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ഫങ്ഷണൽ ആയിട്ട് നിൽക്കുന്നത്. അതായത് ഇതൊരു പോളാർ ബോഡി, അത് നശിച്ചു പോയുള്ളൂ. ഈ സെക്കൻഡറി ഊസൈറ്റ് വന്നിട്ട് അതാണ് ഓവം ആയിട്ട് റിലീസ് ചെയ്യുന്നത്. സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 2 മെറ്റാഫേസ് 2 അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സെല്ലാണ്. ഇനി അത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടി സ്പേം സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ മാത്രമാണ് ഇത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് പോളാർ ബോഡിയും ഓവവും റിലീസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇവിടെ ഇതിന്റെ പ്ലോയിഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഗോണിയയിലെ 46 നമ്പർ ഓഫ് ക്രോമസോമ, പ്രൈമറി ഊസൈറ്റിലും 46 നമ്പർ ഓഫ് ക്രോമസോമാണ്, സെക്കൻഡറി ഊസൈറ്റിൽ 23 ക്രോമസോംസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഓവത്തിനകത്തും 23 ക്രോമസോംസ് ആണ് ഉള്ളത്. പക്ഷേ ഇവിടെ നോക്കിയാൽ സ്പെർമാറ്റോഗോണിയൽ സെൽസിന്റെ കേസിലാണെങ്കിൽ പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞതിന് ശേഷം, ഇത് ഫീറ്റൽ സ്റ്റേജിലാണ് നടക്കുന്നതെങ്കിൽ ഇത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം മൈറ്റോസിസ് നടന്ന് കുറേ സെൽസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ സ്പെർമാറ്റോസൈറ്റ് എന്നാ പറയാ. അത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ 2 സെൽസ് ആയിട്ട് മാറും. ഈ ഓരോ സെല്ലും എന്തായിട്ട് മാറും? ഓരോ സെല്ലും ഇതിന്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെല്ലായിട്ട് മാറും. ആ 2 സെല്ല് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്. അതേപോലെ ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഓരോന്നും മിയോസിസ് 2 നടന്നു കഴിയുമ്പോൾ സ്പെർമാറ്റിഡ് ആയിട്ട് മാറും. ഈ സ്പെർമാറ്റിഡ് ഡിഫറൻഷിയേഷൻ നടന്ന് സ്പെർമിയോജനസിസ് വഴി സ്പെർമാറ്റോസോവയായിട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഊജനസിസ് സ്പെർമാറ്റോജനസിസ് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി ഓവത്തിന്റെ സ്ട്രക്ചർ ഓർത്തിരിക്കണം. ഓവത്തിന് ഏറ്റവും പുറത്ത് കൊറോണ റേഡിയേറ്റ എന്നൊരു ലെയർ ഉള്ളത്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിപ്പോകുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിലെ കുറെ സെൽസ് റിമെയിൻ ചെയ്യുന്നതാണ് കൊറോണ റേഡിയേറ്റ ആയിട്ട് മാറുന്നത്. സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് സോണ പെല്ലുസിഡ ലെയർ ഉണ്ടാവും. സോണ പെല്ലുസിഡ ലെയർ ഒരു എസെല്ലുലാർ ലെയർ ആണ്. അതേപോലെ അതിന്റെ ഉള്ളിൽ ഒരു സെൽ മെംബ്രെയിനും കാണും. ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ സൈറ്റോപ്ലാസം, സെൽ ഓർഗനൽസും. സൈറ്റോപ്ലാസം റിച്ച് ആണ്, അതായത് ന്യൂട്രിയൻ റിച്ചും കൂടെയാണ്. അതേപോലെ ഒരു പോളാർ ബോഡിയും ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇതിനകത്ത് ന്യൂക്ലിയസ് ആയിട്ടാണ് ഫ്യൂസ് ചെയ്യേണ്ടത്, സ്പേം ഫ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താ? 23 നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. പക്ഷെ 46 നമ്പർ ഓഫ് ക്രോമസോംസിന്റെ കണ്ടന്റ് DNA ഉണ്ടാവും. അത്രയും വേണോ? അത്രയും വേണ്ട. കാരണം എന്താണ്? അപ്പൊ ആ ക്രോമസോമിന്റെ കണ്ടന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അബ്നോർമാലിറ്റിക്ക് കാരണമാവും അല്ലെ. അപ്പൊ എന്താണ്? ഇത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്പേം ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് secondary spermatocyte അല്ല കേട്ടോ, I'm so sorry. Secondary oocyte വന്നിട്ട് that will undergo second meiotic division, that will complete second meiotic division and it produces an ovum. ഇങ്ങനെയാണ് ഓവുലേഷൻ. അത് ആ ഓവുലേഷൻ അല്ല, ഓവം ഫോർമേഷൻ നടക്കുന്നത്. കംപ്ലീറ്റ് ഓവം, അതായത് മെച്യൂർ ആയിട്ടുള്ള ഒരു ഓവം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയമാകുമ്പോഴാണ് കേട്ടോ. ഇനി സെക്കൻഡറി oocyte retain bulk of the nutrient rich cytoplasm of the primary oocyte. Can you think of any advantage for this? Does the first polar body born out of first meiotic division divide further or degenerate? At present we are not very certain about this. The tertiary follicle further changes into mature follicle or Graafian follicle. The secondary oocyte forms a new membrane called zona pellucida surrounding it. The Graafian follicle now rupture to release the secondary oocyte, that is ovum, from the ovary by the process called ovulation.
Can you identify major differences between spermatogenesis and oogenesis? A diagrammatic representation of spermatogenesis and oogenesis is given in the diagram below. അവിടെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓർത്തിരുന്നോളണം. അതുപോലെ ഓവത്തിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ആ ഓവത്തിന്റെ പ്രത്യേകതകൾ കുറച്ചും കൂടെ നമ്മൾ ഫെർട്ടിലൈസേഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട മെൻസ്ട്രൽ സൈക്കിളാണ്. സോ വി ആർ വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ ഹിയർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ.